നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ മുഖ്യ സൂത്രധാരൻ മധുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മധുവിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ സിബിഐക്ക് അപേക്ഷ നൽകി. മധുവിനെ ഉടൻ നാട്ടിലെത്തിക്കാനാകുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. അവയവക്കടത്തിന്റെ ഭാഗമായി മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടോ എന്ന് NIA അന്വേഷിക്കുകയാണ്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ മധുവിനായിട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണല്ലോ. അശ്വതി, നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിൽ ഏറ്റവും ഒടുവിലായി ഇറാനിലുള്ള മധുവിനെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ബ്ലൂ കോർണർ നോട്ടീസ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സംസ്ഥാന പോലീസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മധു ഇറാനിലാണിപ്പോഴും. കേരളത്തിൽ നിന്നും എത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും എത്തുന്ന അവയവ ദാനം നൽകാൻ എത്തുന്നവർക്ക് ഇറാനിൽ വേണ്ട സൌകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് മധുവാണ്. അതുകൊണ്ടാണ് മധുവിനെ എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപ് തന്നെ അറസ്റ്റിലായ സാബിത്തിനെയും സജിത്തിനെയും പ്രതാപ് കൊണ്ടേനെയും ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെയാണ് മധുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മധുവിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം നൽകുവാനായി ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകും. ഉടൻ തന്നെ മധുവിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതായത് കേരളത്തിൽ നിന്നും ഒരു വ്യക്തി മാത്രമേ അവയവദാനം ചെയ്തിട്ടുള്ളൂ. അത് പാലക്കാട് സ്വദേശിയായ ഷമീറാണ്. ഷമീറിനെ ഇതിനോടകം തന്നെ മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ട് ഈ കേസിൽ. ഇനി 3 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇപ്പോൾ ഒരാൾ കൂടി, മധുവിനെ കൂടി നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട 4 പേരുടെ അറസ്റ്റായിരിക്കും പോലീസ് രേഖപ്പെടുത്തുക. മധുവാണ് ഇറാനിലെ എത്തുന്ന ആളുകൾക്ക് ഈ അവയവദാനം ദാനം ചെയ്യാൻ എത്തുന്ന ആളുകൾക്ക് ഇറാനിൽ വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് മധുവാണ്. അതിനുശേഷം മധു അവിടേക്ക് വേണ്ടിയുള്ള ആശുപത്രിയിലെ അടക്കം സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പണം നൽകും. ഇതെല്ലാം മധുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മധുവിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അന്വേഷണ സംഘം നടത്തുന്നത്. ശരി.